ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സത്യ ഹോംസ് പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല മനോഹരമായിട്ടുള്ള 4 ബെഡ്റൂമിൻ്റെ വീടാണ്. കൂടാതെ ഈ കോമ്പൗണ്ടിനകത്ത് 8 വീടുകളാണ് വരുന്നത്. ഒരു 4 വീട് വർക്ക് എല്ലാം ഫിനിഷായി സെയിലായിട്ടുണ്ട്, താമസമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീട് വരുന്നത് തൃശ്ശൂരിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ മാറിയിട്ട് നടത്തറ NH47 നിന്നും 2.5 കിലോമീറ്റർ മാറിയിട്ടാണ് വില്ലയിൽ വരുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പുതിയ വീടുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. ഈ വീടിൻ്റെ കൂടുതലും ഡീറ്റെയിൽസിൽ നമുക്ക് 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമിൻ്റെ ഒരു പുതിയ വീടാണ്. നല്ല മനോഹരമായിട്ടുള്ള കളർ കോമ്പിനേഷനൊക്കെ ചെയ്ത് ഒരു കണ്ടംപററി ബോക്സ് ടൈപ്പിലുള്ളൊരു വീടാണ്. ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് വീടിൻ്റെ എല്ലാ ഇൻ്റർലോക്കിൻ്റെ ടൈലൊക്കെ പാവി 2 കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നല്ല കളറൊക്കെ കൊടുത്ത് നല്ല ഒരു മൾട്ടി കളറുള്ള പെയിൻറ്റിംഗ് ആണ്. വാൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ആധുനിക ഒരു എക്സ്റ്റീരിയർ ഡിസൈനെല്ലാം ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. 2 ഗേറ്റ് വരുന്നുണ്ട്. ഒരു ഫോൾഡിങ് ഗേറ്റും ഒരു സ്ലൈഡിങ് ഗേറ്റാണ്. ഇതിൻ്റെ കുടിവെള്ളം വരുന്നത് കിണർ വെള്ളമാണ്. നല്ല ശുദ്ധമായി സമൃദ്ധമായിട്ട് വെള്ളം ലഭിക്കുന്ന ഒരു പരിസരമാണ്. നല്ല കളറൊക്കെ പെയിൻറ്റിങ് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാൾ ടൈലുകൾ LED വാൾ ടൈലൊക്കെ ചെയ്തിട്ട് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. ഒരു ബോക്സ് ടൈപ്പ് സിറ്റ് ഔട്ടാണ്. ഗ്രാനൈറ്റും വെട്രിഫൈഡ് ടൈലുമാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൂണിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഒരു മണൽത്തടികൾ കൊണ്ടിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് നമുക്ക് നല്ല ഒരു തേക്ക് വുഡാണ് ഡബിൾ ഡോറ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ ഡോറിൻ്റെ ഒരു വിൻഡോസും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് എലിവേഷനൊക്കെ നല്ല രീതിയിൽ കാഴ്ചയൊക്കെ കിട്ടും. നമുക്ക് എൻ്റെ ഹാളിൽ വരുന്നത് ഫ്ലോറിങ് മൊത്തം വെട്രിഫൈഡ് ടൈലാണ്. 2x4 വെട്രിഫൈഡ് ടൈലാണ്. നല്ല ഡിജിറ്റൽ പ്രിൻ്റോട് കൂടി വരുന്ന വെട്രിഫൈഡ് ടൈൽ 10mm ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു വാൾ മൗണ്ടഡ് TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര വലിയ TV ആണെങ്കിലും ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഡൈനിങ്ങിലേക്ക് കിടക്കുന്ന സ്ഥലത്ത് ഒരു പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്ക്, ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പോട്ട് ലൈറ്റ് LED സ്ട്രിപ്പ് ലൈറ്റുകൾ ഒരു വാം കളറിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ഡോറിൻ്റെ ഒരു വിൻഡോസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹാളിൽ നമുക്ക് കാറ്റും വെളിച്ചവും സമൃദ്ധിയായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് ഈ ലിവിങ് ഹാളിൽ നിന്ന് നമുക്കൊരു ബെഡ്റൂമിലേക്കും പിന്നെ അവിടെ നിന്ന് ഡൈനിങ്ങിലേക്കാണ് പ്രവേശനം വരുന്നത്. സ്റ്റെയർ കേസും ലിവിങ്ങിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് ഫ്ലവർ പോട്ടും ആൽബമൊക്കെ സെറ്റ് ചെയ്യാം. നല്ല ഒരു 6 ചെയറിൻ്റെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാവുന്ന നല്ല വീതിയിലും നീളത്തിലുള്ള ഒരു ഡൈനിങ് റൂം തന്നെയാണ്. ഇവിടെയും നല്ലൊരു അത്യാവശ്യം ഭംഗിയുള്ള ഒരു സീലിംഗ് വർക്കും ക്രോക്കറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു 3 ഡോറിൻ്റെ വിൻഡോസ് വരുന്നുണ്ട്. ഡൈനിങ്ങിൽ നിന്നാണ് നമുക്കൊരു ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും പ്രവേശനം വരുന്നത്. ഇവിടെ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കബോർഡ് നമുക്ക് നല്ലൊരു റൗണ്ട് ടൈപ്പ് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ലൈറ്റും ഉണ്ട്, LED ലൈറ്റ് ഉണ്ട്. വെറ്റിഫൈഡ് ടൈലൊക്കെ ചെയ്തിട്ടുണ്ട്. കിച്ചണായാലും അതേപോലെ തന്നെ നല്ല സൗകര്യമുള്ള ഒരു കിച്ചണാണ്. ഫുൾ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം ക്യാബിനറ്റ്, ടോപ്പ് ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളും 4 സൈഡും വാൾ ടൈല് ഒട്ടിച്ചിട്ടുണ്ട്. വിൻഡോസ് 2 കോർണേഴ്സിലെ 2 വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ, പിന്നെ ഇലക്ട്രിക് ചിമ്മിനി വയ്ക്കാവുന്ന എല്ലാ പ്രൊവിഷനും വയറിംഗ് പ്രൊവിഷനൊക്കെ ചെയ്തിട്ടുണ്ട്. സിങ്ക് ചെയ്തിട്ടുണ്ട്. 2 ടാബ് ഉണ്ട്. മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് വെള്ളം വരുന്നതും ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നതും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് പാത്രങ്ങളൊക്കെ കയറ്റി വയ്ക്കാൻ പറ്റും. ഇവിടുത്തെ നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. നല്ലൊരു വർക്ക് ഏരിയയാണ്. ഇവിടെ ഒരു സിങ്കും ടാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇറച്ചി മീനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് പാത്രം സോപ്പും ഒക്കെ വയ്ക്കാനുള്ള ഒരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ഒരു
സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറും വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. അതേ ഫ്ലോറിംഗ് എല്ലാം വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. നല്ലൊരു കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിംഗ് ഒക്കെ വരുന്നത് നല്ല ഒരു പുട്ടി ഫിനിഷിലാണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. വാൾ കെയർ പുട്ടി, വാട്ടർ പ്രൂഫ് പെയിൻറ്റിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. 3 ഡോറിൻ്റെ വാർഡ്രോബ്സ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷിങ് സ്റ്റേജിലാണ്. പെയിൻറ്റിങ്ങിൻ്റെ ടച്ചിങ് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റൊക്കെ ഈ വാഷ്റൂമിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂമാണ്. അതേപോലെ തന്നെ എല്ലാ ഫിറ്റിങ്സും ഉണ്ട്. ഒരു 3 ഡോറിൻ്റെ ഒരു വിൻഡോവും വരുന്നുണ്ട്. 2 കോർണേഴ്സിലായിട്ട് സിംഗിൾ ഡോറിൻ്റെ 2 വിൻഡോസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റും വെളിച്ചമൊക്കെ നല്ല ധാരാളം കിട്ടും. അതുപോലെ തന്നെ സീലിങ്ങിൽ ഒരു കർഷഡ് സീലിംഗ് വർക്കാണ്. വാഷ്റൂം വരുന്നുണ്ട്. അതിൽ ഫുള്ള് വാൾ ടൈലൊക്കെ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ ഉണ്ട്. സിംഗിൾ പീസിൻ്റെ യൂറോപ്യൻ ക്ലോസറ്റാണ്. ചൂടുവെള്ളത്തിൻ്റെ ടാപ്പും മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന ടാപ്പും ചെയ്തിട്ടുണ്ട്. നല്ല ഒരു റൂം തന്നെയാണ്. ഇത് നമുക്ക് ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് കിടക്കാൻ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് വരുന്നത്. പിന്നെ സ്റ്റെപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു ടെക്സ്റ്റ് വർക്ക് കൊടുത്ത് മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്സ് മുഴുവനും വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു. നല്ലൊരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വീതിയിലും നീളത്തിലുള്ള ഒരു സെക്കൻഡ് ലിവിങ് ഹാള് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് TV വെക്കാനുള്ള ഒരു പ്രൊവിഷനൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ജിപ്സം ബോർഡിൻ്റെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ വിൻഡോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിൽ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് വരുന്നത് സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, 2 അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ 2 ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ അതേപോലെ തന്നെ നല്ലൊരു ഹാള്, സെക്കൻഡ് ഹാള് വരുന്നുണ്ട്. 2 ബെഡ്റൂം വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ബാൽക്കണി ഉണ്ട്. എല്ലാം അത്യാവശ്യം നമുക്കൊരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ആധുനിക സംവിധാനങ്ങളും ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാഷ്റൂമാണ്. മിറർ, വാഷ് ബേസിൻ, സിംഗിൾ പീസിൻ്റെ യൂറോപ്യൻ ക്ലോസറ്റ്, വാൾ ടൈല്, ഷവർ, ക്ലോത്ത് ഹാങ്കർ എല്ലാം നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ ഫ്ലോറിങ് ഗ്രിപ്പ്നെസ് കിട്ടുന്ന ഒരു ടൈലാണ് ബാത്റൂമിലൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ അടുത്തായിട്ട് വരുന്നത് ഭാരതീയ വിദ്യാഭവൻ സ്കൂളുണ്ട്. പിന്നെ ഈ വീടിൽ നിന്ന് ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിൽ ബസ് റൂട്ടാണ്. ടൗണിലേക്ക് നമുക്കൊരു ബസ് കയറി കഴിഞ്ഞാൽ ടൗണിൽ നമുക്ക് വടക്കേ സ്റ്റാൻഡിൽ സെക്കൻഡ് സ്റ്റാൻഡിലേക്ക് ഒരൊറ്റ ബസ്സിൽ പോകാൻ പറ്റും. NH47ലേക്ക് ഒരു 2.5 മാക്സിമം 2.5 കിലോമീറ്ററിൽ NH47 പാലക്കാട് എറണാകുളം റൂട്ടിലേക്ക് എത്താം. നടത്തറ സിഗ്നലിൻ്റെ അടുത്താണ്. പിന്നെ ടൗണിലേക്ക് വരുന്ന ഒരു 7.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇതിൽ വരുന്ന ഈ കാണുന്നതൊക്കെ ഈ കോമ്പൗണ്ടിൽ ഉള്ള വീടുകളാണ്. എല്ലാം പുതിയ വീടുകളാണ്. താമസമായിട്ടുണ്ട്. നല്ലൊരു ബാൽക്കണിയാണ്. ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ നല്ല പ്രൊവിഷനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടിന് ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.